Good morning. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ആപ്ലിക്കേഷൻ ഫോം പറഞ്ഞു. ദെൻ നെക്സ്റ്റ് പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം അല്ലെ, അതിന്റെ പർപ്പസ് 4 പോയിന്റ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ. വെരിഫിക്കേഷൻ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇന്ന് നോക്കുന്നത് കണ്ടന്റ് ഇൻ ആപ്ലിക്കേഷൻ ഫോം. ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അതായത് എന്താണ് അതിന്റെ കണ്ടന്റ്. ആപ്ലിക്കേഷൻ ഫോം ഒക്കെ നമ്മൾ ഫില്ല് ചെയ്യാറുണ്ട് അല്ലെ, ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യും. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് കണ്ടന്റ്, അതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. കണ്ടന്റ് ഇൻ ആപ്ലിക്കേഷൻ ഫോം. Information is generally required on the following items in the application form. അതായത് ആപ്ലിക്കേഷൻ ഫോമില് നമ്മൾ സാധാരണയായിട്ട് ഈ താഴെ പറയുന്ന ഇനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ആവശ്യമാണ്. അതായത് ഈ താഴെ കൊടുത്തേക്കുന്നത് 1 2 3 എന്ന് പറഞ്ഞ നമ്പർ ഇട്ട് കൊടുത്തല്ലേ, 6 കാര്യങ്ങളാണ് അവിടെ കൊടുത്തേക്കുന്നത്. അതെല്ലാരും ആപ്ലിക്കേഷൻ ഫോമില് ഉണ്ടായിരിക്കണം കേട്ടോ. ആപ്ലിക്കേഷൻ ഫോമില് ഈ പറയുന്ന കാര്യങ്ങള് ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങള് ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടായിരിക്കണം. ഇനി എന്തൊക്കെയാണ് അപ്പൊ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ വേണ്ട കണ്ടന്റ്, എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ, പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. എന്താണ് അത് പോയിന്റ് നോട്ട് ചെയ്യണം കേട്ടോ. എന്തൊക്കെയാണ് ഒരു ആപ്ലിക്കേഷൻ ഫോമിലുള്ള കണ്ടന്റ്, ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടായിരിക്കേണ്ടത് എന്തൊക്കെയാണ്? പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, ആ കാൻഡിഡേറ്റ്സിന്റെ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പശ്ചാത്തല വിവരങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. രണ്ടാമതാണ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ വിദ്യാഭ്യാസ, ആ കാൻഡിഡേറ്റ്സിന്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പശ്ചാത്തലം, എന്തോരം പഠിച്ചു അങ്ങനെയൊക്കെ ഉള്ളത്. നെക്സ്റ്റ് ആണ് വർക്ക് എക്സ്പീരിയൻസ്, പ്രീവിയസ് എക്സ്പീരിയൻസ് കാര്യങ്ങള്. സാലറി, പേഴ്സണൽ ഐറ്റംസ്, റെഫറൻസ്. ഇങ്ങനെ 6 പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ ഒരു ആപ്ലിക്കേഷൻ ഫോമിലുള്ള കണ്ടന്റ്. ഫസ്റ്റ് നോക്കിയേ, പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. This includes information regarding the candidate's name, date of birth, correspondence and permanent residential addresses, marital status, sex, nationality, parents' name and their annual income, number of dependents, etc. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ഈ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? Which of the following is included in personal background information? എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പോ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എന്തൊക്കെയാ? ദിസ് ഇൻക്ലൂഡ് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ, എന്തിനെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ്? കാൻഡിഡേറ്റ്സിന്റെ പേര്, ആ കാൻഡിഡേറ്റ്സിന്റെ പേര്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ജനന വർഷം, then correspondence and the permanent residential addresses. നമുക്ക് കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ കത്തിടപാടുകള് അല്ലെ. അപ്പൊ അത് നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഉൾപ്പെടെ ഉള്ള നമ്മുടെ പെർമനന്റ് റെസിഡൻഷ്യൽ അഡ്രസ് വേണം. അപ്പൊ ആ കാൻഡിഡേറ്റിന്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്. then marital status, മാരീഡ് ആണോ അൺമാരീഡ് ആണോ, സെക്സ് മെയിൽ ആണോ ഫീമെയിൽ ആണോ, നാഷണാലിറ്റി ആണ്, പേരൻസ് നെയിം, പേരൻസിന്റെ പേര്, ഫാദർ മദർ അവരുടെ പേര്, ആൻഡ് ദെയർ ആനുവൽ ഇൻകം അവരുടെ വാർഷിക വരുമാനം, ദെൻ നമ്പർ ഓഫ് ഡിപ്പെൻഡൻസ്. ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോമിനി ഒക്കെ വെക്കൂലേ, ആ കാൻഡിഡേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്നവര്, അതായത് നമുക്ക് വല്ല ക്ലൈംസോ കാര്യങ്ങളൊക്കെ ഇതൊക്കെ വരുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് അവരുടെ ആശ്രിതർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നോമിനി വെക്കാറില്ലേ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യുമ്പോ അല്ലെ. അപ്പൊ വൈഫോ അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ മക്കളുടെ പേരോ ഒക്കെ അവരുടെ നമ്പർ ഓഫ് ഡിപ്പെൻഡൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാനും എന്താ ഈ ഒരു പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ ഉൾപ്പെടുത്തണം. ക്ലിയർ ആയോ? അത് എല്ലാരും അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ, ഏതൊക്കെയാണ് പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. Then this give information to the management about the candidates. ഇതെന്താ തരുന്നു? This give the information to the management
about the candidates. ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ മാനേജ്മെന്റിന് കൊടുക്കുകയാണ് അല്ലെ. ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. അതായത് ആപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ചു കഴിയുമ്പോൾ അതിനകത്ത് എന്താണ് ആ ഉദ്യോഗാർത്ഥിയെ കുറിച്ചുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുന്നു, അതിനകത്ത് നിന്ന് കിട്ടുന്നു. പേര് അല്ലെ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, മലയാറ്റർ സ്റ്റാറ്റസ്, മെയില് ഫീമെയില്, അഡ്രസ്, ഇതെല്ലാ കാര്യങ്ങളും, പേരൻസിന്റെ പേര്, ആനുവൽ ഇൻകം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും മാനേജ്മെന്റിന് ഈ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിലൂടെ കിട്ടുന്നു. Then status of his family in society. സമൂഹത്തിലുള്ള ഫാമിലിയുടെ സ്റ്റാറ്റസ് എന്താണ്? ആൻഡ് ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്? which determines his suitability. ഇതൊക്കെ എന്തിനാ നോക്കുന്നത്? which determines his suitability to the organization. ഇതെല്ലാം നോക്കിയിട്ട് ആ കാൻഡിഡേറ്റ്സ് ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആണോ അല്ലെ, അതറിയാൻ പറ്റും. ആൻഡ് ഓൾസോ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഓൾ ദീസ് ഫാക്ടേഴ്സ് ഓഫ് ഹിസ് പേഴ്സണാലിറ്റി. കൂടാതെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി അല്ലെ, വ്യക്തിത്വങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനം എന്താണെന്നുള്ളതും നിർണ്ണയിക്കാനും കഴിയുന്നു. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്? പിന്നെ ഇതെന്താണ് ഈ ഇൻഫർമേഷൻ? നമുക്ക് മാനേജ്മെന്റിനെ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുവാണ് ഈ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിലൂടെ. പിന്നെ അടുത്ത് എന്താ പറഞ്ഞേക്കണ? ഈ നമുക്ക് അതുപോലെ അവർക്കുടെ ഫാമിലി, സൊസൈറ്റിയിലെ ഫാമിലിയുടെ സ്റ്റാറ്റസ്, പിന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങള്, ഇതെല്ലാവരും നമുക്ക് അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നു. അപ്പൊ അതിനനുസരിച്ച് ആ കാൻഡിഡേറ്റ്സ് ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആണോ എന്ന് കണ്ടെത്താനും പറ്റുന്നു. പിന്നെ അതുകൂടാതെ അവരുടെ ഈ കാര്യങ്ങൾ, ഈ ഫാക്ടേഴ്സ് അവരുടെ വ്യക്തിത്വങ്ങളിൽ, പേഴ്സണാലിറ്റിയിൽ ചെലുത്തുന്ന സ്വാധീനം എന്തൊക്കെയാണ് എന്നുള്ളത് നിർണ്ണയിക്കാനും പറ്റുന്നു. ക്ലിയർ ആയോ ഫസ്റ്റത്തെ? ഓക്കെ അല്ലേ? യെസ്. രണ്ടാമത്തെയാണ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. ഇനി അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പശ്ചാത്തലം. Okay, this consists of details about the candidate's educational institution. ആ candidates, ആ ഉദ്യോഗാർത്ഥി പഠിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചത് അല്ലെ. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സച്ച് ആ സ്കൂൾ ഏത് സ്കൂളില്, കോളേജ് എവിടെയാണ്, യൂണിവേഴ്സിറ്റി ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അവര് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസുകൾ എല്ലാവരും അതിനകത്ത് ഉൾപ്പെടുത്തും. നിങ്ങളും ഫിൽ ചെയ്യുമ്പോ കണ്ടിട്ടില്ലേ ആപ്ലിക്കേഷൻ ഫോമിലും അല്ലേ? നമ്മുടെ ഓരോ 10th ഇന്ന സ്കൂള്, +2 ഇന്ന സ്കൂള്, ഡിഗ്രി ഇന്ന സ്കൂള് അല്ലേ? ആപ്ലിക്കേഷൻ ഫോം ഒക്കെ ഫിൽ ചെയ്തിട്ടില്ലേ എവിടേക്കെങ്കിലൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട്? യെസ്, അതാണ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ അതല്ല ഒരു പ്രധാനമല്ലേ, ആ കാൻഡിഡേറ്റ്സ് ആ ക്വാളിഫിക്കേഷനിൽ ആ ഒരു പൊസിഷൻ നിർവഹിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ, അത്രയും എഡ്യൂക്കേഷൻ ഉണ്ടോ എന്ന് അറിയണം അല്ലെ. അതാണ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാ അവര് ഈ കാൻഡിഡേറ്റ്സിന് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂൾ ഏത്, കോളേജ്, യൂണിവേഴ്സിറ്റി, ഇതെല്ലാരും ഏതൊക്കെയാണ് എന്നുള്ളത് എഴുതണം. പിന്നെ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കോഴ്സ് he has studied. എന്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വേണം? ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കോഴ്സ്. കണ്ടോ, ഏത് കോഴ്സ് ആണ് പഠിച്ചത്, അപ്പൊ ഏത് സ്കൂളാന്നുള്ളതൊക്കെ നമ്മൾ എഴുതി. അത് കഴിഞ്ഞാല് ഏത് കോഴ്സാണ് പഠിച്ചത് അല്ലെ, ബികോം ആണോ, എംകോം ആണോ, PSc ആണോ, ഏതാണ് അവരുടെ കോഴ്സ്, പഠിച്ച കോഴ്സ് ഏതാണെന്നുള്ളത്. ദ ഡ്യൂറേഷൻ ഓഫ് ദ സ്റ്റഡി, അവരുടെ പഠന കാലയളവ്, എത്ര വർഷം അത്. ദെൻ മീഡിയം ഓഫ് സ്റ്റഡി, ഏത് മീഡിയം ആണ്, ഇംഗ്ലീഷ് മീഡിയം ആണോ, മലയാളം മീഡിയം ആണോ. ദെൻ മാർക്സ്, അവരുടെ മാർക്സ്, ഓരോ ഇപ്പൊ ഡിഗ്രിക്ക് എത്ര മാർക്ക് കിട്ടി. ആൻഡ് റാങ്ക് അച്ചീവ്, ഇതെല്ലാനും ഇതിനകത്ത് ഉൾപ്പെടുന്നു. എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കാര്യമാണ്. അതുപോലെ നോക്കിയേ സ്പോർട്സ് എന്തെങ്കിലും ഇത് എവിടെയെങ്കിലും മത്സരിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഇതുണ്ടോ. ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ അല്ലെ, ഇഷ്ടമല്ലാത്ത കാര്യങ്ങളും, ഇതെല്ലാ കാര്യങ്ങളും എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അവിടെ. എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് ചോദിക്കാം. പിന്നെ ഏത് തരത്തിലുള്ള എന്താണ് ആപ്ലിക്കേഷൻ ഫോം ആണ് അല്ലെ, ആപ്ലിക്കേഷൻ ഫോമിലെ കണ്ടന്റ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോ ഡാഷ് കൺസിസ്റ്റ് ഓഫ് എ ഡീറ്റെയിൽ, അങ്ങനെ തന്നെ ചോദിക്കാം. ഡാഷ് ഇട്ട് തന്നെ ചോദിക്കാം. 2 സെന്റൻസ് നോട്ട് ചെയ്തിടാം. ഇനി അടുത്ത് നോക്കിയേ,
This type of information is mostly important for the organization. ഈ വിവരങ്ങള് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഈ ഇൻഫർമേഷൻസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടന്റ് അല്ലേ? This type of information എന്നുവെച്ചാൽ അവർക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ആ പോസ്റ്റിലേക്ക് അവർ ആപ്റ്റ് ആണോ എന്ന് നോക്കി അവരെ സെലക്ട് ചെയ്യാൻ. അതുകൊണ്ട് ഓർഗനൈസേഷനെ സംബന്ധിച്ച് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് അതിന് ആ ഇൻഫർമേഷൻ വളരെയധികം പ്രാധാന്യമുണ്ട്. നെക്സ്റ്റ് മൂന്നാമത്തെയാണ് വർക്ക് എക്സ്പീരിയൻസ്. ഇനി എക്സ്പീരിയൻസ് ചോദിക്കാറില്ലേ? മിക്ക ഇതിന് നമ്മള് എന്താ പറയാ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വേക്കൻസി ഒക്കെ നമ്മൾ ഇത് അറിയുമ്പോഴോ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴൊക്കെ ഒരു കാര്യമാണ് വർക്ക് എക്സ്പീരിയൻസ് ചോദിക്കും. അത് എക്സ്പീരിയൻസ്ഡ് ആണോ? മുന്നേ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ പറയാ ഫ്രഷേഴ്സ് വന്നേക്കായി കുറച്ചും കൂടി ഫാസ്റ്റും എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടി ഇതാവൂലേ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ. അതാണ് അടുത്തത് വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. This consists of the entire past job details. എന്താ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? entire past job details. മുന്നേ ജോലി ചെയ്തിട്ടുള്ള ഇത്ര വർഷം ഇന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, 5 വർഷം ഞാൻ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഉള്ള ഡീറ്റെയിൽസ് ആണ് വർക്ക് എക്സ്പീരിയൻസിൽ വരുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടേ. This consists of the entire past job details. Greater stress is laid on the type of work. അതായത് നമ്മൾ ഈ ചില ജോലിക്ക് നല്ല കുറച്ച് സ്ട്രെസ് ആവശ്യമാണ് അല്ലെ? കൂടുതൽ നമ്മൾ ഫോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ് ഉണ്ട്. അതായത് എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഡ്യൂറേഷൻ ഓഫ് ദ വർക്ക് ഇൻ ഈച്ച് ജോബ്. ഓരോ ജോബിലും ഉള്ള ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞ എത്ര വർഷം അവരവിടെ ആ ജോലിയിൽ നിന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ജോബിന്റെ സ്ട്രെസ്, ഗ്രേറ്റർ സ്ട്രെസ് ഇസ് ലൈഡ് ഓൺ ദ ടൈപ്പ് ഓഫ് വർക്ക്. അവര് ചെയ്ത വർക്കില്ലേ അതിന്റെ സ്ട്രെസ്, അതിന് ഊന്നൽ കൊടുക്കുന്നത്, കൂടുതൽ ഊന്നൽ നൽകിയത് ഏത് ഇതിനാണ്, ഡ്യൂറേഷൻ ഏതാണ്, ഡ്യൂറേഷൻ ഓഫ് ദ വർക്ക് ഇൻ ഈച്ച് ജോബിന്റെ ഡ്യൂറേഷൻ, റീസൺ ഫോർ എക്സിറ്റ് ഫ്രം ദ പ്രീവിയസ് ജോബ്. ഇനി പ്രീവിയസ് ജോബിൽ നിന്ന് പോരാനായിട്ടുള്ള കാരണം എന്താണ്, പ്രീവിയസ് ജോബിന്ന് നമ്മൾ പോരാനുള്ള കാരണം അതും നോക്കും അല്ലെ? എന്ത് കാരണം മൂലമാണ് പോകുന്നത്? ഇവിടെ വർക്ക് ചെയ്തോണ്ടിരുന്ന ഒരാളായിരുന്നു പ്രീവിയസ് ഇത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഇത് എന്താണ് അവർക്ക് റീസൺ അതറിയണം. അപ്പൊ അതും കൂടി അതിനകത്ത് വരും. ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഹാൻഡിൽഡ്. ജോബ് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി, എന്തൊക്കെ ഡ്യൂട്ടി ആണ് റെസ്പോൺസിബിലിറ്റി ആണ് അവരെ ഹാൻഡിൽ ചെയ്ത്, സാലറി പാക്കേജ് എത്രയായിരുന്നു അവിടെയുള്ള സാലറി, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാവരും ഇതിനകത്ത് വർക്ക് എക്സ്പീരിയൻസിൽ ഉൾപ്പെടുന്നതാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ഗ്രേറ്റർ സ്ട്രെസ് ഈസ് ലൈഡ് ഓൺ ദ ടൈപ്പ് ഓഫ് വർക്ക്, ദാറ്റ് ഡ്യൂറേഷൻ, പിന്നെ അതുപോലെ പ്രീവിയസ് ജോബിൽ എക്സിറ്റ് ആവാനായിട്ട് അവിടെ നിന്ന് പോരാനുള്ള കാരണം, ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി അവർ ഹാൻഡിൽ ചെയ്തത്, സാലറി പാക്കേജ്. ദിസ് ഡേറ്റ അപ്ഡേറ്റ് ദ ഓർഗനൈസേഷൻ അബൌട്ട് ദ കാൻഡിഡേറ്റ് ജോബ് സ്റ്റെബിലിറ്റി. ഇതെന്തിനാ അങ്ങനെ നോക്കുന്നത്? ആ കാൻഡിഡേറ്റ്സിന്റെ ജോബിന്റെ സ്റ്റേബിലിറ്റി അല്ലെ, സ്ഥിരത, അതുപോലെ ഹിസ് ബിഹേവിയർ ടുവേഴ്സ് ദ വർക്ക്, വർക്കിനോടുള്ള അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, ആൻഡ് ഹിസ് ആറ്റിറ്റ്യൂഡ്, അവരുടെ മനോഭാവം, ആൻഡ് ലോയലിറ്റി. ലോയലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസ്തത ടുവേഴ്സ് ദ പ്രീവിയസ് എംപ്ലോയേഴ്സ് എക്സെട്ര. മുന്നുള്ള എംപ്ലോയീസിനോടുള്ള ആ വിശ്വസ്തത, ഇതെല്ലാ കാര്യങ്ങളും എന്താണ് അതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും അല്ലെ? ഇപ്പൊ പെട്ടെന്നൊക്കെ പോരുകയാണ്, അങ്ങനെ കുറച്ച് നാളെ നിൽക്കണുള്ളൂ എങ്കിലും ഇവർക്കും അറിയാം ഈ സ്ഥാപനത്തിലും അധികം നാളെ നിൽക്കില്ല എന്നുള്ളത് അല്ലെ? പിന്നെ അവരുടെ ജോലിയോടുള്ള എന്താ പറയാ ഒരു മനോഭാവം എങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് വിശ്വസ്തനാണോ, അല്ലെങ്കിൽ പ്രീവിയസ് എംപ്ലോയേഴ്സിനോടുള്ള വിശ്വസ്തത, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഇതിലൂടെ നമുക്ക് കിട്ടും. ഈ വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പാസ്റ്റ് ജോബ് ഡീറ്റെയിൽസ് അതിൽ നിന്ന് നമുക്ക് ഇതെല്ലാം എന്താ പറയാ ഈ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ഡാറ്റ അപ്ഡേറ്റ് ദ ഓർഗനൈസേഷൻ അബൌട്ട്, ആ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ.
ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടാം. This consists of the entire past job details. Then അടുത്തതാണ് സാലറി. നാലാമത്തെ ഒരു കാര്യമാണ് കേട്ടോ ആപ്ലിക്കേഷൻ ഫോമിലുള്ള നാലാമത്തെ ഒരു കാര്യമാണ് കണ്ടന്റ് ആണ് സാലറി. Application form also asks for the salary that the candidate is presently obtaining and what he is expecting from the organization. ചോദിക്കാറില്ലേ അല്ലേ? ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എത്രയാണ് അല്ലെ? അവർക്ക് നമുക്ക് ആ കാൻഡിഡേറ്റ്സിനോട് എന്താ പറയാ അത് ഫില്ല് ചെയ്യാണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്ന സാലറി. അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിലുള്ള സാലറി അവിടെ എഴുതും അല്ലെ? എത്ര രൂപയാണ് അല്ലെ എത്രയാണ് സാലറി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അതും ആ ഒരു കാര്യം കൂടി ഏത് ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടായിരിക്കും. നിലവിൽ ആ കാൻഡിഡേറ്റ്സ് ഇപ്പൊ മുന്നേ അവര് വർക്ക് ചെയ്ത് കൊടുത്തിരുന്ന ചിലപ്പോ അവിടെ ലഭിച്ച ശമ്പളം എത്രയാണ്, ചിലപ്പോ എന്താ നമ്മൾ ഇനി എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എത്രയാണ്, ഇതൊക്കെ അതിനകത്ത് എഴുതണം. ഇനി ചിലര് സാലറി കുറവ് മൂലം ആ സ്ഥാപനം വിട്ടിട്ട് പുതിയ ഇതിലേക്ക് വന്നതാവാം അല്ലെ? അപ്പൊ അതാ നമ്മൾ ആ ഏതാ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പറയണം. അല്ല സോറി വർക്ക് എക്സ്പീരിയൻസിൽ അതിനകത്ത് പറയല്ലേ നമ്മൾ പ്രീവിയസ് ജോബിൽ നിന്ന് എക്സിറ്റ് ആവാനുള്ള റീസൺ എന്താണ്. അപ്പൊ സാലറിയുടെ ആണെങ്കിൽ അപ്പൊ അവരെന്തായാലും നമ്മുടെ മുന്നുള്ള സ്ഥാപനം കൊടുത്ത സാലറിയിൽ നിന്ന് കുറച്ച് കുറവാണ് നമ്മളിവിടെ കൊടുക്കണമെങ്കിൽ അവരെന്തായാലും തീർച്ചയായിട്ടും അവിടെ നിൽക്കൂല അല്ലെ? അപ്പൊ അതിനേക്കാളും കുറച്ചുകൂടി സാലറി കൂട്ടിക്കൊടുത്താൽ മാത്രമേ അവര് ഈ സ്ഥാപനത്തിൽ നിൽക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ആ രണ്ട് സാലറിയിൽ പറയുന്നത്. പ്രീവിയസ്ലി അവർക്ക് കിട്ടിയ സാലറി എത്രയാണ്, അതുപോലെ അവരിപ്പോ ഈ സ്ഥാപനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സാലറി എത്രയാണ് എന്നുള്ളതൊക്കെ അതിനകത്ത് എഴുതണം. അടുത്തതാണ് പേഴ്സണൽ ഐറ്റംസ്. This comprises a person likes and dislike. അവരുടെ ഇഷ്ടങ്ങള് അനിഷ്ടങ്ങള്, പിന്നെ അസോസിയേഷൻ മെമ്പർഷിപ്പ്. ഏതെങ്കിലും അസോസിയേഷനിൽ അവര് മെമ്പർ ആണെങ്കിൽ അതിന്റെ മെമ്പർഷിപ്പ് വേണം. ഏതെങ്കിലും അസോസിയേഷനിൽ ആ കാൻഡിഡേറ്റ്സ് മെമ്പർ ആണെങ്കിൽ അതിന്റെ മെമ്പർഷിപ്പ് വേണം. സ്പോർട്സ്, പിന്നെ ഹോബീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പേഴ്സണൽ ഐറ്റംസിന് വരുന്നതാണ്. അടുത്തതാണ് റെഫറൻസസ്. It includes the name, address and contact details of person who can be contacted for reference. For റെഫറൻസിനായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന പേഴ്സന്റെ പേര്, അഡ്രസ്, കോണ്ടാക്ട് ഡീറ്റെയിൽസ് അല്ലെ? ഇപ്പൊ നമ്മൾ ഇതൊക്കെ കൊടുത്തു, അത് നമുക്കൊന്ന് റെഫർ ചെയ്യണം ആരോടെങ്കിലും കൂടി. അപ്പൊ നമുക്ക് റെഫറൻസിനായിട്ട് അവിടെ ആരാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്, അപ്പൊ അവരുടെ പേരും അഡ്രസ്സും കോണ്ടാക്ട് ഡീറ്റെയിൽസും. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് റെഫറൻസ് പറ്റുള്ളൂ അല്ലെ? ആ കാൻഡിഡേറ്റ്സിന് റെഫറൻസിനായിട്ട് ഉള്ള ആളിന്റെ പേര്, അഡ്രസ്സസ്, കോണ്ടാക്ട് ഡീറ്റെയിൽസ് എല്ലാരും ഇതില് റെഫറൻസസിൽ ഉൾപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടായിരിക്കുന്നത്. ഏതൊക്കെയാ? പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ വേണം, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് വേണം, പിന്നെ അവരുടെ എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പീരിയൻസ് ഇത് വേണം, പിന്നെ സാലറി, പിന്നെ പേഴ്സണൽ ഐറ്റംസ്, ദെൻ റെഫറൻസസ്. ക്ലിയർ അല്ലേ കണ്ടന്റ്? ആർക്കെങ്കിലും അതിൽ നിന്ന് ഏതെങ്കിലും പോയിന്റ്സ് കിട്ടാത്തുണ്ടോ? ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. മിക്കവരും തന്നെ ഫോം ഫില്ല് ചെയ്തിട്ടുള്ളവരും ഉണ്ട്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയണ്ട എന്തൊക്കെയാ അതിനകത്തുള്ളത്. വർക്ക് എക്സ്പീരിയൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഏതൊരു സ്ഥാപനത്തിലും നമ്മൾ ജോലി ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അവർ എക്സ്പീരിയൻസ്ഡ് ആണോ എന്ന് നോക്കും. ചില ഇതൊക്കെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോം ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഒക്കെ തരുമ്പോ അവര് പറയൂലേ ക്വാളിഫിക്കേഷൻ മാത്രമല്ല 3 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം, ഇന്ന ഫീൽഡില് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം, അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് എന്താ പറയാ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ മസ്റ്റ് ആയിട്ട് കൊടുക്കൂലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷനിൽ അവര് ഫ്രഷേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് വേണം ആ ഒരു പൊസിഷനിലേക്ക് അവരെ നിർത്താനായിട്ട്. ഇത് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ നേരെ അവർക്ക് കയറാം. അപ്പൊ ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ലാഭമല്ലേ ഉള്ളൂ അല്ലെ? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും പറഞ്ഞു കൊടുക്കണ്ട, എന്താ അവർക്ക് ഇതെല്ലാരും അവരത് ഹാൻഡിൽ ചെയ്തോളൂ. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞത് കണ്ടന്റ് ആണ്. ഇനി നോക്കിയേ, അഡ്വാൻറ്റേജസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം.
ഒരു ആപ്ലിക്കേഷൻ ഫോമിലുള്ള അഡ്വാൻറ്റേജ്, ആപ്ലിക്കേഷൻ ഫോമിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തിനൊക്കെയാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം ഉപയോഗിക്കുന്നത് കൊണ്ട് വെറുതെ അല്ലല്ലോ, എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് നോക്കാം നമുക്ക്. Advantages of using application forms are, ഒരു ആപ്ലിക്കേഷൻ ഫോം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത് 4 പോയിന്റ് ഉണ്ട്, അത് 4ഉം നോട്ട് ചെയ്തിട്ടോ കേട്ടോ. A standardized application form gives a formal introduction of the potential applicant. അവർക്കുടെ ഒരു ഫോർമൽ ആയിട്ടുള്ള അല്ലെ, ഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താ, ഔപചാരികമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് ഒരു ആമുഖം നമുക്ക് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആപ്ലിക്കേഷൻ ഫോമിലൂടെ കിട്ടുന്നു. ആ ഫോം വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് അല്ലെ, നമ്മൾ എന്തൊക്കെയാ കണ്ടന്റ് പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു ഇൻഫർമേഷൻ, ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് ഫോർമൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഔപചാരികമായിട്ടുള്ള, നമ്മുടെ വീട്ടുവിശേഷം നാട്ടുവിശേഷം അതിൽ ലെറ്റർ എഴുതണമെങ്കിലല്ലോ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയണേ അല്ലെ, അതെങ്ങനെയാ ഫോർമൽ ഔപചാരികമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ളത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആപ്ലിക്കേഷൻ ഫോമിലൂടെ ലഭിക്കുന്നു. രണ്ടാമത്തെ നോക്കിയേ, with the help of the application form, the firm is able to extract valuable information about the different applicants and to compare them. With the help of the application form, ഒരു ആപ്ലിക്കേഷൻ ഫോമിന്റെ സഹായത്തോടു കൂടി ആ ഒരു സ്ഥാപനം, ഫേം എന്ന് പറഞ്ഞ സ്ഥാപനം, അതിന് എന്താണ്, ഈസ് ഏബിൾ ടു എക്സ്ട്രാക്ട് വാല്യുബിൾ, എക്സ്ട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ആപ്ലിക്കൻസിനെ കുറിച്ചുള്ള വിവിധ വിവരങ്ങൾ വേർതിരിച്ചെടുക്കാൻ. അപ്പൊ കുറെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും അല്ലേ, അപ്പൊ അതിന് നമുക്ക് എന്താ ഇങ്ങനെ ഓരോ ആപ്ലിക്കേഷൻ ഫോംസും നമ്മൾ പരിശോധിക്കുമ്പോൾ ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങള് നമുക്ക് എന്താ പറയാ വേർതിരിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നു. എക്സ്ട്രാക്ട് വാല്യുബിൾ ഇൻഫർമേഷൻ, വിലപ്പെട്ട വിവരങ്ങൾ വേർതിരിച്ചെടുക്കാൻ സഹായിക്കുന്നു. ആൻഡ് നോക്കിയേ, അബൌട്ട് ദ ഡിഫറെന്റ് ആപ്ലിക്കൻസ് ആൻഡ് കമ്പയർ ദം, അത് കമ്പയർ ചെയ്യാനും, 2 ആപ്ലിക്കേഷൻ ഫോമിൽ എടുത്ത് നമുക്ക് കമ്പയർ ചെയ്യാം അല്ലെ. ഇതുപോലെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ ആ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഏത് ക്വാളിഫിക്കേഷൻ ആണ്, അപ്പൊ 2 ആപ്ലിക്കേഷൻ ഫോം നോക്കിയാൽ നമുക്ക് അത് കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ, അതിൽ രണ്ടിലും ഏറ്റവും കൂടുതൽ ആരാണ് അല്ലെ. അങ്ങനെ കമ്പാരിസണും അവരെ തമ്മില്, ആ കാൻഡിഡേറ്റ്സിനെ തമ്മില് കമ്പയർ ചെയ്യാനും ഈ ആപ്ലിക്കേഷൻ ഫോമിലൂടെ സഹായിക്കുന്നു. ഒന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേ, ഒരു ഫോർമൽ ഇൻട്രൊഡക്ഷൻ കിട്ടുന്നു. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി കേട്ടോ. ഫോർമൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ പൊട്ടൻഷ്യൽ ആപ്ലിക്കൻസ്, അത് യോഗ്യതയുള്ള അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ആപ്ലിക്കൻസിനെ കുറിച്ചുള്ള ഒരു ഔപചാരികമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടുന്നു. രണ്ടാമത്തെ, ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വാല്യുബിൾ ആയിട്ടുള്ള വിലപ്പെട്ട വിവരങ്ങൾ വേർതിരിച്ചെടുക്കാൻ സഹായിക്കുന്നു. അത് കൂടാതെ എന്താണ്, ആപ്ലിക്കൻസിനെ തമ്മിൽ, പല ആപ്ലിക്കൻസിനെ തമ്മിൽ കമ്പയർ ചെയ്യാനും ആപ്ലിക്കേഷൻ ഫോമിലൂടെ സാധിക്കുന്നു. മൂന്നാമത്തെ നോക്കിയേ, the firm has the right to reject the potential applicant who does not meet the minimum job qualification after proper screening of the applicants. അതായത് ഈ ആപ്ലിക്കൻസിനെ പ്രോപ്പർ ആയിട്ട് സ്ക്രീനിങ് ചെയ്തതിനു ശേഷം, ആഫ്റ്റർ പ്രോപ്പർ സ്ക്രീനിങ് ഓഫ് ദ ആപ്ലിക്കൻസ്, ആപ്ലിക്കൻസിനെ പ്രോപ്പർ ആയിട്ട് സ്ക്രീൻ ചെയ്തതിനു ശേഷം അതിനകത്ത് നമ്മൾ മിനിമം ജോബ് ക്വാളിഫിക്കേഷൻ പാലിക്കാത്ത കാൻഡിഡേറ്റ്സ് ഇല്ലേ, ആ കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാനുള്ള അവകാശം ആ സ്ഥാപനത്തിനുണ്ട്. അപ്പൊ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഫോം വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലേ, അതായത് അവര് ആ പൊസിഷനിലേക്കുള്ള മിനിമം ജോബ് ക്വാളിഫിക്കേഷൻ പാലിക്കുന്നുണ്ടോ, അത് നോക്കാനും ഈ ആപ്ലിക്കേഷൻ ഫോം സഹായിക്കുന്നു. അങ്ങനെ പാലിക്കാത്ത, അല്ലെങ്കിൽ ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള മിനിമം ജോബ് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത കാൻഡിഡേറ്റ്സിനെ അവരെ റിജക്ട് ചെയ്യാൻ, ഒഴിവാക്കാനുള്ള അധികാരം ആ സ്ഥാപനത്തിനുണ്ട്. അപ്പൊ അതെന്താ, നമുക്ക് എഴുതാ പോയിന്റില്, റിജക്ട് ദ പൊട്ടൻഷ്യൽ ആപ്ലിക്കൻസ് അല്ലെ. ടു വെരിഫൈ ദ ആപ്ലിക്കേഷൻ ഫോം, ദ ഫേം ഹാസ് to right to reject the potential applicants. ഈ പൊട്ടൻഷ്യൽ ആപ്ലിക്കൻസിനെ റിജക്ട് ചെയ്യാൻ, എങ്ങനെയുള്ള ആപ്ലിക്കൻസ്,
ആ മിനിമം ജോബ് ക്വാളിഫിക്കേഷൻ പാലിക്കാത്ത കാൻഡിഡേറ്റ്സ് അവരെ റിജക്ട് ചെയ്യാനും ഈ ആപ്ലിക്കേഷൻ ഫോമിലൂടെ സാധിക്കും. ആപ്ലിക്കേഷൻ ഫോം വെരിഫൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലേ, ജോബിന് ആവശ്യമായിട്ടുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരെ റിജക്ട് ചെയ്യാൻ പറ്റും. നാലാമത്തെ പോയിന്റ് നോക്കിയേ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോമിംഗ് എ ബേസിസ് ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ ഇൻ ദ പ്രോസസ് ഓഫ് ആൻ ഇന്റർവ്യൂ. ഒരു ഇന്റർവ്യൂ പ്രോസസ്സിൽ നമ്മളൊരു കോൺവെർസേഷൻ ഇല്ലേ, കോൺവെർസേഷൻ ആരംഭിക്കുന്നതിനുള്ള ഒരു ബേസ് രൂപപ്പെടുത്തിയെടുക്കാനും സാധിക്കുന്നു. പിന്നെ നമ്മൾ ഇന്റർവ്യൂവിന് ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആദ്യം ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുക്കും. അപ്പൊ അവര് ജസ്റ്റ് ആ ഫോം ഒന്ന് ഒടിച്ചു നോക്കിയതിന് ശേഷമാണ് അല്ലെ നമ്മളോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും ചോദിക്കുന്നത് അല്ലെ. ആപ്ലിക്കേഷൻ ഫോം ഒന്ന് വെരിഫൈ ചെയ്യും വേണ്ട, നമുക്ക് ആ ഇന്റർവ്യൂവിന് ഒരു ആരംഭം അല്ലേ, അതൊന്ന് ജസ്റ്റ് നോക്കാം, എന്നിട്ടാണ് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ വെറുതെ വന്നിട്ട് നമ്മൾ ചോദിക്കുന്നേക്കാളും കുറച്ചും കൂടി ഇതാണ് ആപ്ലിക്കേഷൻ ഫോമും, അതാണ് ആപ്ലിക്കേഷൻ ഫോമും റെഫറൻസ് പോലെ അവരുടെ കയ്യിലിരിക്കണം. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് എന്തെങ്കിലും നമ്മൾ ആ ക്യാൻഡിഡേറ്റ്സ് ചോദിക്കുമ്പോൾ നമുക്ക് ആ ഫോം ആണെങ്കിൽ വെരിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ അവർ തമ്മിലുള്ള ഇന്റർവ്യൂ പ്രോസസ്സിന്റെ കോൺവെർസേഷൻ ആരംഭിക്കാനായിട്ടുള്ള ഒരു ബേസ് ആണ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. അതിന്റെ ഒരു അടിത്തറയാണ്. ജസ്റ്റ് ഫോം നോക്കുക, ആപ്ലിക്കേഷൻ ഫോം നോക്കുക, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇന്റർവ്യൂ നടത്താലോ. അപ്പൊ വെറുതെ ചാടിക്കേറി ചോദിക്കുന്നതിന് പകരം ആ ഇന്റർവ്യൂ പ്രോസസ്സ്, അതിലുള്ള കോൺവെർസേഷന്റെ ഒരു ബേസ് ആണ് ആപ്ലിക്കേഷൻ ഫോം. അങ്ങനെ ഒരു ബേസ് രൂപപ്പെടുത്തിയെടുക്കാനും ആപ്ലിക്കേഷൻ ഫോമിലൂടെ സാധിക്കുന്നു. 4 പോയിന്റ്സ് ക്ലിയർ ആണോ എന്ന് പെട്ടെന്ന് നോക്കിയേ. ആണോ? ആണെങ്കിൽ ഒന്ന് തമ്പിടണം കേട്ടാ, ആരെങ്കിലും 1-2 പേര്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി അടുത്തതാണ് ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. അപ്പൊ നമ്മൾ അഡ്വാൻറ്റേജ് പറഞ്ഞു. ഇനി എന്താണ് ഒരു ആപ്ലിക്കേഷൻ ഫോമിന്റെ ഡിസ്അഡ്വാൻറ്റേജ്, ദോഷങ്ങൾ എന്താ, അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാന്ന് നോക്കിയേ. ഇൻ ദ സെലക്ഷൻ പ്രോസസ് യൂസിങ് ആപ്ലിക്കേഷൻ ഫോം ക്രിയേറ്റ് വേരിയസ് പ്രോബ്ലം. അപ്പൊ ഈ സെലക്ഷൻ പ്രോസസ്സിൽ ആപ്ലിക്കേഷൻ ഫോം ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകും. ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ ദോഷങ്ങളുണ്ട്. ചില പ്രശ്നങ്ങൾക്കും കാരണമാകാം. which are attributed to the following factors. അപ്പൊ ഈ പറയുന്ന ഈ പ്രശ്നങ്ങള്, അപ്പൊ അത് എന്താ പറയാ, ആ കാര്യങ്ങള് താഴെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഫാക്ടേഴ്സിലൊക്കെയാണ് ഈ ഘടകങ്ങളൊക്കെ ആപ്ലിക്കേഷൻ ഫോം എന്താ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ നോക്കിയേ, sometimes firms design certain application form very carelessly. അല്ലെ, ചില സമയത്ത് ഈ ആപ്ലിക്കേഷൻ ഫോം ആ ഓർഗനൈസേഷൻ, ആ ഫേം, സ്ഥാപനം വളരെ എന്താ പറയാ ശ്രദ്ധയില്ലാതെ, കെയർലെസ്ലി, എന്താ പറയാ കെയർലെസ് ആയിട്ട് അല്ലെ, ശ്രദ്ധയില്ലാതെ ചിലപ്പോ ആപ്ലിക്കേഷൻ ഫോം ഡിസൈൻ ചെയ്യാം. അതായത് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ ഉൾപ്പെടുത്തേണ്ട ചില കാര്യങ്ങളൊക്കെ ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചിലപ്പോ എന്താ ചില സ്ഥാപനങ്ങൾ ഡിസൈൻ ചെയ്തേക്കാം. അപ്പോ എന്താ ആ ആപ്ലിക്കേഷൻ ഫോം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ കിട്ടുമോ? ചിലപ്പോ ചോദിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോ മിസ്സായി പോവാം. അതില് കെയർലെസ് ആയിട്ട് ചിലപ്പോൾ ഓർഗനൈസേഷൻസ് ആപ്ലിക്കേഷൻ ഫോം ഡിസൈൻ ചെയ്യാറുണ്ട്. ചില സംടൈംസ് പറഞ്ഞേക്കണേ, എപ്പോഴും അല്ല, ചിലപ്പോൾ ഓർഗനൈസേഷൻ ശ്രദ്ധയില്ലാതെ ആപ്ലിക്കേഷൻ ഫോം ഡിസൈൻ ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ അല്ലെ? അങ്ങനെ വരുമ്പോൾ ആപ്ലിക്കേഷൻ ഫോമിന് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടിയെന്ന് വരില്ല, ചില കാര്യങ്ങളൊക്കെ മിസ്സായി പോകാം. അപ്പൊ അവിടെ പ്രശ്നങ്ങൾ വരാം. ഇനി അടുത്ത് നോക്കിയേ, few applicants are experts in giving false information. ഇനിയോ നോക്കിയേ, ചില ആപ്ലിക്കൻസ് ഉണ്ടല്ലോ എക്സ്പേർട്ടുകളാണെന്ന് എന്തിന്, ഇൻ ഗിവിംഗ് ഫോൾസ് ഇൻഫർമേഷൻ, തെറ്റായിട്ടുള്ള വിവരങ്ങള് നൽകുന്നതില് ചില ആപ്ലിക്കൻസ് എക്സ്പേർട്ട് ആണ്. അതായത് അവര് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ചിലപ്പോ എന്തെങ്കിലും കള്ളത്തരൊക്കെ എഴുതി വിടാം. ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസ് ചിലപ്പോ ഇല്ലായിരിക്കും, 2 വർഷം എക്സ്പീരിയൻസ് വേണമെങ്കിൽ വെറുതെ എഴുതി വിടാം, എന്താ പറഞ്ഞേക്കുന്നേ.
അതായത് ചില ആപ്ലിക്കൻസ് എന്താണ് എക്സ്പേർട്ട് ആണ് ഇങ്ങനെയുള്ള തെറ്റായ വിവരങ്ങൾ നൽകുന്നതിന്. എപ്പോൾ ക്വാളിഫിക്കേഷൻ അവരുടെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച് വിച്ച് ഈസ് ഡിഫിക്കൽട്ട് ടു വെരിഫൈ, അങ്ങനെ വരുമ്പോൾ വെരിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കണ്ടോ, തെറ്റായ വിവരങ്ങൾ ചിലപ്പോൾ ചില കാൻഡിഡേറ്റ്സ് നൽകാം. ചില കാൻഡിഡേറ്റ്സ് അതിന് എക്സ്പേർട്ട് ആണ്, അവരുടെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച് ചിലപ്പോ ഡിഗ്രി മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോ അവരെ PG കൂടി ചേർക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സുകൾ പഠിച്ചു എന്ന് ചേർക്കാം, അല്ലെ? അപ്പൊ അതാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് വെരിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മൂന്നാമത്തെ എന്താന്ന് വെച്ചാൽ ഒരു ഡിസഡ്വാൻറ്റേജ്, there can be possibility that the HR person face problem in assessing the information about the applicants that are mentioned in the application form. അടുത്ത് നോക്കി, ചിലപ്പോൾ എന്താ HR person, human resource പേഴ്സണ് ഈ ഇൻഫർമേഷൻ അസസ് ചെയ്യുന്ന വിലയിരുത്തുന്നതിന് ചിലപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഉണ്ടോ? അതായത് ആപ്ലിക്കേഷൻ ഫോമില് മെൻഷൻ ചെയ്തിട്ടുള്ള ആപ്ലിക്കൻസിന്റെ വിവരങ്ങള് അത് വിലയിരുത്തുന്നതിന് HR പേഴ്സൺ, ഹ്യൂമൻ റിസോഴ്സ് പേഴ്സൺസ് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം, അതിനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേ, ചില സ്ഥാപനങ്ങൾ ചിലപ്പോൾ ശ്രദ്ധയില്ലാതെ ആപ്ലിക്കേഷൻ ഫോം ഡിസൈൻ ചെയ്യാം, അതൊരു പ്രശ്നമാണ്. അങ്ങനെ വരുമ്പോ പല വിലപ്പെട്ട വിവരങ്ങളും ചോദിക്കാൻ പറ്റിയെന്ന് വരില്ല, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, അത് പല പ്രശ്നങ്ങൾക്കും കാരണമാക്കാം. രണ്ടാമത്തെ, ചില ആപ്ലിക്കൻസ് ഇങ്ങനെ തെറ്റായ വിവരങ്ങൾ നൽകാൻ എക്സ്പേർട്ട് ആണ്. അപ്പൊ അവരങ്ങനെ തരുമ്പോൾ എന്താണ്, അത് വെരിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ അടുത്ത മൂന്നാമത്തെ പോയിന്റില് HR പേഴ്സണിന് ഇവരെ വെരിഫൈ ചെയ്യൂലേ, അവരെ അസസ് ചെയ്യൂലേ, അതിന് ബുദ്ധിമുട്ടുണ്ടാക്കാം, അതിന് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരാം. അതായത് ആപ്ലിക്കേഷൻ ഫോമില് ആപ്ലിക്കൻസ് മെൻഷൻ ചെയ്തിട്ടുള്ള വിവരങ്ങള് അസസ് ചെയ്യുന്നതില് HR പേഴ്സണ്, ഹ്യൂമൻ റിസോഴ്സ് പേഴ്സൺസിന് ബുദ്ധിമുട്ടുകൾ, പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യാം, അതിനുള്ള സാധ്യതയും ഉണ്ട്. ക്ലിയർ ആയോ? ഡിസഡ്വാൻറ്റേജ് 3 പോയിന്റ്സ്, ഡിസഡ്വാൻറ്റേജസ്. ഇനി അടുത്ത് നോക്കി, സെലക്ഷൻ ടെസ്റ്റുകളാണ് കേട്ടോ. സെലക്ഷൻ ടെസ്റ്റ് ഇനി എന്തൊക്കെയാണ്, എന്താണ് ഒരു സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്? ദിസ് ടെസ്റ്റ് ആർ ഓൾസോ നോൺ ആസ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. സൈക്കോളജിക്കൽ ടെസ്റ്റ്, മനഃശാസ്ത്ര പരിശോധന എന്നും അറിയപ്പെടുന്നു. ഈ സെലക്ഷൻ ടെസ്റ്റുകളെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ. സൈക്കോളജിക്കൽ ടെസ്റ്റ് അണ്ടർലൈൻ ചെയ്തിട്ടോ. These tests are also known as psychological test. These tests are important tool. ഇതൊരു പ്രധാനപ്പെട്ട ടൂൾ ആണ്. എന്തിനുള്ളത്? Which are used for selection procedure. ഈ സെലക്ഷൻ പ്രൊസീജിയറിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂൾ ആണ് ഏത്? ഈ ടെസ്റ്റുകള്, അതായത് സൈക്കോളജിക്കൽ ടെസ്റ്റുകള്, സെലക്ഷൻ ടെസ്റ്റുകള്. Then ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. Selection tests are also known as psychological test. These tests are important. ഇതിനെ പ്രധാനമായിട്ടെന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ടൂൾ ആണ്. എന്തിന്? which are used for selection procedure. സെലക്ഷൻ പ്രൊസീജിയറിൽ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾ ആണ് ഏത്? ഈ സൈക്കോളജിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ സെലക്ഷൻ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. Okay, a psychological test is conducted to evaluate some sets of skills and capabilities. അവരുടെ കഴിവുകള്, കാൻഡിഡേറ്റ്സിന്റെ സ്കിൽസ്, അവരുടെ കേപ്പബിലിറ്റീസ്, അല്ലെ, ഓഫ് ദ വർക്ക് which are supposed to be there for a successful job outcome as per the job analysis. എന്തിനാണ് ഈ പറഞ്ഞേക്കുന്നത്? അതായത് ആ ഒരു ജോബ് അനലൈസ് ചെയ്യുമ്പോൾ, അതായത് ആ വർക്കറിന്റെ മാക്സിമം നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള, വിജയകരമായിട്ടുള്ള ഒരു ഔട്ട്കം വേണം. അതിനു വേണ്ടിയിട്ട് ആ കാൻഡിഡേറ്റ്സിന് കഴിവുണ്ടോ, അവർക്ക് സ്കിൽസ് ഉണ്ടോ, ഇതെല്ലാം എന്താ ഇവാലുവേറ്റ് ചെയ്യാനാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അവര് മെന്റലി, അല്ലെ, മനഃശാസ്ത്ര പരിശോധനയാണ്. മെന്റലി അവര് അതിനുള്ള കഴിവ് ഉണ്ടോ, കാപ്പബിലിറ്റീസ്, കഴിവുണ്ടോ, സ്കിൽസ് ഉണ്ടോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് ഈ സൈക്കോളജിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയാ? നല്ലൊരു ഔട്ട്കം കിട്ടാൻ,
അല്ലെ? ആ ക്യാൻഡിഡേറ്റ്സിനെ ആ ഓർഗനൈസേഷനിൽ ജോലിക്ക് എടുത്തു അല്ലെ? ജോലി എന്ന് പറഞ്ഞാൽ അതിനുള്ള ഔട്ട്കം കിട്ടണം അല്ലെ? ആ സ്ഥാപനത്തിന് സക്സസ്ഫുൾ ആയിട്ടുള്ള ജോബ് ഔട്ട്കം കിട്ടാൻ. Then, a test is a tool designed to evaluate the selective psychological elements. Test എന്ന് പറഞ്ഞാൽ is a tool designed to evaluate selective psychological elements. Selective psychological elements. അതിനെ evaluate ചെയ്യാനായിട്ടുള്ള ഒരു ടൂള് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടൂളാണ്. Psychological test is a tool എന്തിനാണത്? designed to evaluate. മൂല്യനിർണ്ണയം നടത്തുക അല്ലെങ്കിൽ വിലയിരുത്തുക എന്തിനാ? the selective psychological elements. The primary reason for conducting the test in the selection procedure is to easily and accurately evaluate the difference between job-related capacities and the skills of the individual. നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എന്താ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റ് എന്തിനാണ്? ഈ സെലക്ഷൻ ടെസ്റ്റുകൾ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടെസ്റ്റുകളൊക്കെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? അതിന്റെ കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടി? എന്ത് കാരണം കൊണ്ടാ? conducting the test in the selection procedure. Selection procedure ഈ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത് എന്തിനാണ്? is to easily and accurately evaluate. ഉണ്ടോ? ഈസിലി ആയിട്ട് എളുപ്പത്തില് അക്യുറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ the differences between job related capability, ജോബുമായി ബന്ധപ്പെട്ടുള്ള കഴിവുകളും അവർക്കുള്ള സ്കിൽസ് ഓഫ് ദ ഇൻഡിവിജ്വലിന്റെ കഴിവുകളും അതിന്റെ ആ ഡിഫറൻസ് അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ എന്താ പറയാ അതിന് ആ കാൻഡിഡേറ്റ്സ് ആ ജോലിക്ക് സ്യൂട്ടബിൾ ആണോ? അതാണ് നമ്മൾ പറയുന്നത് അല്ലെ? ആ കാൻഡിഡേറ്റ്സ് ആ ജോലിക്ക് സ്യൂട്ടബിൾ ആണോ? ആ ഇൻഡിവിജ്വലിന്റെ സ്കിൽസും ജോബ് റിലേറ്റഡ് കാപ്പബിലിറ്റീസ് ആ ജോലിക്ക് വേണ്ട കഴിവുകള് അതുമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. Then, as human capabilities are interconnected to each other and complicated in nature, മനുഷ്യന്റെ capabilities കഴിവുകൾ എങ്ങനെയാ? പരസ്പരം ഇന്റർകണക്റ്റഡ്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അല്ലെ? പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ആൻഡ് കോംപ്ലിക്കേറ്റഡ്, എല്ലാവരും ഒരുപോലെയാണോ കഴിവുകൾ കാര്യങ്ങള്? ആൻഡ് കോംപ്ലിക്കേറ്റഡ് ഇൻ നേച്ചർ, സങ്കീർണമാണ്. അതുകൊണ്ട് therefore they must be understood in relation to one another. അതുകൊണ്ട് എന്താ? പരസ്പരം നമ്മൾ റിലേറ്റ് ചെയ്ത് അത് പരസ്പരം ബന്ധപ്പെടുത്തി തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് അവ പരസ്പരം ബന്ധപ്പെടുത്തി മനസ്സിലാക്കണം. അതായത് ജോലിക്ക് വേണ്ട കഴിവുകള് ആ ഇൻഡിവിജ്വലിനുള്ള സ്കിൽസ് അല്ലെ അത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് വേണം. അല്ലെങ്കിൽ എന്താ പറയാ ആ ജോലിക്ക് അവര് ആപ്റ്റാണോ എന്നാണ് ആ സെലക്ഷൻ ടെസ്റ്റിലൂടെ നോക്കുന്നത്. അതായത് ആ പേഴ്സൺസ് അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റ്സിനെ അവർക്കിടെ ആ ജോലിയുമായി റിലേറ്റ് ചെയ്തിട്ട് ജോബ് റിലേറ്റഡ് ക്യാപ്പബിലിറ്റി ആ ജോലിക്ക് എന്തൊക്കെ കഴിവാ വേണ്ടത് അതുമായി ബന്ധപ്പെട്ടുള്ള സ്കിൽസ് ആ ഇൻഡിവിജ്വലിന്റെ സ്കിൽസ് അത് എന്താണ് ആ ഡിഫറൻസ് അത് തമ്മിലുള്ള വ്യത്യാസം എളുപ്പത്തിലും കൃത്യമായും വിലയിരുത്തുക എന്നതാണ് ആ സെലക്ഷൻ ടെസ്റ്റുകൾ നടത്തുന്നത് കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്നാണ് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു നമ്മൾ അല്ലെ? ദിസ് ടെസ്റ്റ് ആർ ഓൾസോ നോൺ ആസ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. രണ്ടാമത്തെ സെന്റൻസ് നോക്കിയേ. ദിസ് ടെസ്റ്റ് ആർ ഇമ്പോർട്ടന്റ് ടൂൾ വിച്ച് ആർ യൂസ്ഡ് ഫോർ ദ സെലക്ഷൻ പ്രൊസീജിയർ. സെലക്ഷൻ പ്രൊസീജിയറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കാം. സൈക്കോളജിക്കൽ ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ് ടു ഇവാലുവേറ്റ് സം സെറ്റ് ഓഫ് സ്കിൽസ് ആൻഡ് ക്യാപ്പബിലിറ്റീസ് ഓഫ് വർക്കേഴ്സ്. അത്രയും അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. അടുത്ത് നോക്കിയേ. ടെസ്റ്റ് ഈസ് എ ടൂൾ ഡിസൈൻ ടു ഇവാലുവേറ്റ് സെലക്റ്റീവ് സൈക്കോളജിക്കൽ എലമെന്റ്സ്. ഇനി അടുത്ത് നോക്കാം അതിന്റെ പ്രൈമറി റീസൺ കൂടി. ഈ ടെസ്റ്റ് എന്തിനാണ് നടത്തുന്നത്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്?
എന്താണ് അതിനകത്ത് പറഞ്ഞേക്കണേ? നമ്മുടെ നമുക്ക് ആ ജോലിയുടെ ജോബ് റിലേറ്റഡ് ക്യാപ്പബിലിറ്റീസ്, ആ ഇൻഡിവിജ്വലിന്റെ സ്കിൽസ്, അത് തമ്മിലുള്ള അതിനെ നമ്മൾ വിലയിരുത്തുക ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് അതിന്റെ ഡിഫറൻസ്, വ്യത്യാസങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് എളുപ്പത്തിലും കൃത്യമായിട്ടും വിലയിരുത്താനായിട്ട് നമുക്ക് ഈ ടെസ്റ്റിലൂടെ സാധിക്കുന്നു. ക്ലിയർ അല്ലേ അത്? ഇനി കുറച്ച് ഡെഫിനിഷൻസ് ആണ് കേട്ടോ. അത് ഈ അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് പറഞ്ഞു തരാം. അപ്പൊ ആ പേരൊന്ന് നോക്കി വെക്കാം. പിന്നെ ഡാഷ് ടെസ്റ്റീസ് എന്ന് പറഞ്ഞു തരാം. അത് രണ്ട് രീതിയിലും നോട്ട് ചെയ്യാം കേട്ടോ. സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ തന്നെയാണ് ആ ഡെഫിനിഷൻസ് പറഞ്ഞേക്കുന്നത്. അക്കോർഡിംഗ് ടു വെയ്ൻ എഫ് കാസിയോ, according to Wayne F. Casio, a psychological test is a standardized measure of behavior. എന്താ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് മെഷർ? എന്തിന്റെ? അവരുടെ ബിഹേവിയറിന്റെ, സ്വഭാവത്തിന്റെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് മെഷർ ആണ് ഇത് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെ? സൈക്കോളജി നമ്മളുടെ ആ ഒരു ബിഹേവിയർ ആണ്, ആ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ, അതിന്റെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് മെഷർ ആണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്നാണ് ഈ വെയ്ൻ എഫ് കാസിയോ ഈ സൈക്കോളജിക്കൽ ടെസ്റ്റിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചോദിക്കാം. അക്കോർഡിംഗ് ടു ഡാഷ്, എ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് മെഷർ ഓഫ് ദ ബിഹേവിയർ. അക്കോർഡിംഗ് ടു വെയ്ൻ എഫ് കാസിയോ. അല്ലെങ്കിൽ ഡാഷ് ടെസ്റ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ്, ആ ഡെഫിനേഷൻ തന്നെ ചോദിച്ചിട്ട് ഏത് ടെസ്റ്റ് ആണെന്നുള്ളതും അങ്ങനെയും ചോദിക്കാം. ഇനി അടുത്ത രണ്ടാമത്തെ നോക്കിയേ, ക്രോൺബാക്ക്. അക്കോർഡിംഗ് ടു ക്രോൺബാക്ക്, a test is a systematic procedure for comparing the behavior of two or more persons. രണ്ടോ അതിലധികമോ ആളുകളുടെ ബിഹേവിയർ കമ്പയർ ചെയ്യുന്ന, താരതമ്യം ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ഏത്? സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ് ഈ ക്രോൺബാക്ക് പറഞ്ഞത്. A test is a systematic procedure. എന്തിനുള്ള പ്രൊസീജിയർ? ഫോർ ദ കമ്പയറിംഗ് ബിഹേവിയർ ഓഫ് ടു ഓർ മോർ പേഴ്സൺ. ഇപ്പൊ ആൽവിൻ ഇവിടെ ഉണ്ട്, നജ്മി ഉണ്ട്, ഞാനുണ്ട്. നമ്മുടെ 3 പേർക്കുടെ ബിഹേവിയർ കമ്പയർ ചെയ്യാണ്. അങ്ങനെ അതാണ് ഏതെന്ന് പറയുന്നത്? സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ആണ് ഫോർ കമ്പയറിംഗ് ദ ബിഹേവിയർ ഓഫ് ടു ഓർ മോർ പേഴ്സൺ. അത് ചോദിക്കാം കേട്ടോ. അടുത്ത നോക്കിയേ, എ ഡാഷ് ടെസ്റ്റ് ഈസ് എന്ന് ചോദിക്കാം, അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ഇനി അടുത്തതാണ് അക്കോർഡിംഗ് ടു മിൽട്ടൺ എം ബ്ലം. അക്കോർഡിംഗ് ടു മിൽട്ടൺ, MILTON, മിൽട്ടൺ എം ബ്ലം, a test is a psychological test is a sample of an aspect of an, പിന്നെ അവിടെ ഇത് വേണ്ട കേട്ടോ, അത് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കണതാ. ഒന്ന് നോക്കി, ഞാൻ അവിടെ ഇതാക്കി തരാം. ഇത്രയും അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അത് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കണ ഞാൻ ഇവിടെ ഗ്രീനില് നോട്ട് ചെയ്തിട്ടുണ്ട്. A test is a sample of an aspect of an individual's behavior, performance and attitude. കണ്ടോ, ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ, അവരുടെ സ്വഭാവം, പെർഫോമൻസ്, അവരുടെ പ്രകടനം, അവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടോ, എന്നിവയുടെ ഒരു ആസ്പെക്ട് ആണ്, ഒരു വശമാണ് എന്തെന്ന് പറയുന്നത്. അതിന്റെ ഒരു സാമ്പിൾ ആണ്, അതിന്റെയൊക്കെ ഒരു വശം, അതിന്റെ ഒരു സാമ്പിൾ ആണ് ഏത്? സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്നാണ് മിൽട്ടൺ എം ബ്ലം പറഞ്ഞേക്കുന്നത്. കണ്ടോ, എ ടെസ്റ്റ് ഈസ് എ സാമ്പിൾ, സാമ്പിൾ ആണ് എന്തിന്റെ? ഓഫ് ആൻ ആസ്പെക്ട് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ, പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിന്റെ, അവരുടെ പെർഫോമൻസ്, പ്രകടനത്തിന്റെ, ആറ്റിറ്റ്യൂഡ്, അതിനുള്ള മനോഭാവത്തിന്റെ ഒക്കെ ആസ്പെക്ട്, വശങ്ങളുടെ ഒരു സാമ്പിൾ ആണ് ഈ സൈക്കോളജിക്കൽ ടെസ്റ്റ്. 3 ഡെഫിനിഷൻസ്, 3 വ്യക്തികൾ കൊടുത്തത്. അക്കോർഡിംഗ് ടു എന്ന് ചോദിക്കാം, ഡാഷ് എന്നും ചോദിക്കാം കേട്ടോ. 3 മനസ്സിലാക്കി വെക്കാം. അതൊന്ന് ടിക്കറ്റ് വെച്ച്, ഇതൊക്കെ എക്സാംസിന് ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് ആ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്നിട്ട് അടുത്തത് നമുക്ക് നോക്കാം.
സിമ്പിൾ അല്ലേ ഇത്? ഓക്കെ അല്ലേ ഡെഫിനിഷൻസ്? ഞാൻ ഗ്രീനിൽ നോട്ട് ചെയ്തത് നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്ത് തന്നേക്കുന്നതാണ്. നിങ്ങളൊന്ന് ടെക്സ്റ്റിലൊന്ന് വെട്ടിയിട്ടേക്കാട്ടോ. നെക്സ്റ്റ് ആണ് ടൈപ്പ് ഓഫ് ടെസ്റ്റ്. പലതരത്തിലുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് പറയേണ്ടത്. സെലക്ഷൻ ടെസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. ഈ രീതിയിലൊക്കെ നമുക്ക് സെലക്ഷൻ ടെസ്റ്റുകളെ ക്ലാസിഫൈ ചെയ്യാം. ഇത് കാണാൻ പറ്റണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റിൽ ക്ലിയർ ആണോ? ഇത് ഷെയർ ചെയ്തേക്കുന്നതല്ല അത്ര ക്ലിയർ അല്ല. ടെക്സ്റ്റിൽ എഴുതി വെച്ചേക്കുന്നത് വായിക്കാൻ പറ്റണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കിയേ, ക്ലിയർ ആണോ? വായിക്കാമോ? ടൈപ്പ് ഓഫ് ടെസ്റ്റ്. നമുക്ക് ഈ ടെസ്റ്റുകളെ നമുക്ക് 5 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. പറ്റുള്ള അല്ലെ? ആൾക്കിന് ഇവിടെ തമ്പ് ഇട്ടിട്ട് വായിക്കാൻ പറ്റുന്നില്ല. ഒന്ന് ഞാൻ പറയുമ്പോ നിങ്ങളൊന്ന് നോക്കിപ്പോ. അല്ലെങ്കിൽ താഴെ അവിടെ ഓരോന്നും ഡീറ്റെയിൽ ഉണ്ട്, അപ്പോഴും നോക്കാം. ചിലപ്പോ ആ ബോക്സിൽ കൊടുത്തേക്കണ വായിക്കാൻ ചിലപ്പോ ക്ലാരിറ്റി ഉണ്ടാവുന്നില്ല. അതായിരിക്കും ഇച്ചിരി ഇത്. ഓക്കെ, ടൈപ്പ് ഓഫ് ടെസ്റ്റ്. ടെസ്റ്റുകളെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? 5 ആയിട്ട് തിരിക്കാം. നോക്കിയേ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഒന്നാമത്തെ ഏതാണ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. രണ്ടാമത്തെ അച്ചീവ്മെന്റ് ടെസ്റ്റ്. ദെൻ മൂന്നാമത്തെ ഇൻട്രസ്റ്റ് ടെസ്റ്റ്. then personality test, situational test. അതാണ് 5 എണ്ണം യെല്ലോ ബോക്സിൽ കൊടുത്തേക്കണം. ആ ബോക്സ് എണ്ണ വെച്ചിട്ടില്ല, ഷെയ്ഡ് ചെയ്തിട്ടില്ല. അതില് 5 തരത്തിലുള്ള ടെസ്റ്റുകൾ. ഇനി ഓരോന്നിനെ വീണ്ടും സബായിട്ട് തിരിച്ചിട്ടുണ്ട്, അതും കൂടി നമുക്ക് പഠിക്കണം. ഫസ്റ്റത്തെ ആണ് ആപ്റ്റിറ്റ്യൂഡ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? മലയാളം എന്താ? ആപ്റ്റിറ്റ്യൂഡ്. എന്താണ് ആപ്റ്റിറ്റ്യൂഡ്? ആപ്റ്റിറ്റ്യൂഡും ഉണ്ട്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആപ്റ്റിറ്റ്യൂഡ്. APTITUDE. ആപ്റ്റിറ്റ്യൂഡ് എന്താ? മെസ്സേജ് ചെയ്തേ. എന്നിട്ട് വേണം എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നോക്കാൻ. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മനോഭാവമാണ്, അതിനോടുള്ള ഒരു മനോഭാവം. അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് എന്താ? ആപ്റ്റിറ്റ്യൂഡ്. ആരുമില്ലേ ക്ലാസ്സിൽ? 18 പേരുണ്ടല്ലോ അവിടെ. ആൽബിന ഒന്ന് റിപ്ലൈ അടിച്ച്. ചിന്നു, പ്രീതി, മെസ്സേജ് ചെയ്യാനുള്ള താമസമാണോ? എന്താണ് ആപ്റ്റിറ്റ്യൂഡ്? എന്താണ്? അഭിരുചി. ആ ഒരു വർക്ക് അല്ലെ, അതിനോടുള്ള ഒരു അഭിരുചിയാണ്. നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളിലേക്ക് ഒരു അഭിരുചി ഉണ്ടാവുമല്ലോ, നമ്മുടെ സ്വന്തം മനസ്സിൽ നിന്നുള്ള ഒരു കാര്യം അല്ലെ. അത് നമ്മൾ ജനിക്കുമ്പോഴേ നമുക്ക് സർഗാത്മകമായിട്ട് കിട്ടുന്നതാണ് ഒരു അഭിരുചി എന്ന് പറയും. അത് പ്രത്യേകം നമ്മൾ പഠിക്കുകയോ അതിന്റെ ആവശ്യമില്ല. നമ്മൾ ജനിക്കുമ്പോ തന്നെ നമുക്ക് ചില കാര്യങ്ങളോട് ഒരു പ്രത്യേക ഒരു താല്പര്യം അല്ലെ, അങ്ങനെ തോന്നാം. ഒരു അഭിരുചി ഉണ്ടെന്ന് പറയൂലേ, ഇതാണ് അഭിരുചി. ഇതാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടെസ്റ്റ് ഡിസൈൻഡ് ഫോർ ഇവാലുവേറ്റിംഗ് ദ ഗ്രോത്ത് ലെവൽ അച്ചീവ്ഡ് ബൈ ഓൺ സംവാട്ട് similar and clearly stated capabilities. എന്തിനാണ് ഡിസൈൻ ചെയ്തേക്കുന്ന ടെസ്റ്റ് ആണ്? നോക്കിയേ, ഇറ്റ് ഈസ് എ ടെസ്റ്റ് ഡിസൈൻഡ് ഫോർ ഇവാലുവേറ്റിംഗ്. ഇവാലുവേറ്റ് ചെയ്യാൻ, വിലയിരുത്താൻ. എന്ത്? ദ ഗ്രോത്ത് ലെവൽ, വളർച്ചാ നിരക്ക്. achieved by or somewhat similar and clearly stated capabilities. അല്ലെ, നമ്മൾ ആ കഴിവുകള്, capabilities, സമാനമായതും വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ള ആ കഴിവുകള് അതിന്റെ നമ്മൾ നേടി, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള, നേടിയെടുത്തിട്ടുള്ള ഗ്രോത്ത് ലെവല് ഇവാലുവേറ്റ് ചെയ്യാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. എ ടെസ്റ്റ് ഡിസൈൻഡ് ഫോർ ഇവാലുവേറ്റിംഗ് ഗ്രോത്ത് ലെവൽ. എന്താണ്? ഗ്രോത്ത് ലെവല് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആണ്. These capabilities may include presentation of dimensions. അളവുകള്, അതിന്റെ പ്രസന്റേഷൻ, ന്യൂമറിക്കൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി കഴിവുകള്, ഓർ ഇമോഷണൽ എബിലിറ്റീസ്.
ഇതെല്ലാനും ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റില് അതിനുള്ള കഴിവുകളാണ് കേട്ടോ. ദീസ് ക്യാപ്പബിലിറ്റീസ് നമുക്ക് ആ ഒരു കഴിവുകളാണ് നമ്മുടെ ഒരു അഭിരുചിയാണ്. അത് ഏതൊക്കെ വരാം? ഇൻക്ലൂഡ് പ്രസന്റേഷൻ ഓഫ് ഡയമെൻഷൻസ്, ന്യൂമറിക്കൽ എബിലിറ്റീസ് ഓർ ഇമോഷണൽ എബിലിറ്റി, നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള കഴിവുകള്, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. These tests aim at evaluating the capability of an individual or the hidden ability. Hidden എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന, നമ്മുടെ ഉള്ളില് മറഞ്ഞിരിക്കുന്ന കഴിവുകള് അല്ലെ, അല്ലെങ്കിൽ ആ ഒരു കാപ്പബിലിറ്റി, നമ്മുടെ കഴിവുകള് നമ്മൾ കാണിക്കുന്നതും അതുപോലെ നമ്മുടെ ഉള്ളില് മറഞ്ഞിരിക്കുന്ന എബിലിറ്റി അല്ലെ, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് ഈ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടോ? Your hidden ability to learn what has been given to him is provided proper training. These tests are categorized as the following. ഈ ടെസ്റ്റുകളെ നമ്മൾ വീണ്ടും എത്രയാ? 4 എണ്ണം. ഡി വരെയുണ്ട്. 4 ടൈപ്പ് ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തേക്കാണ്. നമ്മുടെ അയാൾക്ക് നൽകിയിരിക്കുന്ന ആ ഒരു എന്താ ഒരു കഴിവ്, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഹിഡൻ എബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ക്യാപ്പബിലിറ്റി, ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതും അണ്ടർലൈൻ ചെയ്തു കേട്ടോ. These tests are aim at evaluating the capability of individual or hidden ability to learn what he has been given to him. അവർക്ക് എന്താ കൊടുക്കുന്നത്? അത് പഠിക്കാനുള്ള അല്ലേ? ഈ പ്രൊവൈഡഡ് പ്രോപ്പർ ട്രെയിനിങ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർക്ക് ഇപ്പോ ഒരു കാര്യം എല്ലാവർക്കും നമ്മൾ പറയുകയാണെങ്കിൽ ചിലർ അതിനെ പെട്ടെന്ന് ഇതാകാം അല്ലെ. ഒരേപോലെ ട്രെയിനിങ് എല്ലാവർക്കും കൊടുത്താലും ചിലർക്ക് അതിനോട് അഭിരുചി ഉള്ളവർ, ഇതുപോലെ ആപ്റ്റിറ്റ്യൂഡ് അവർക്ക് ഒരു അഭിരുചി ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് അവരതിനകത്ത് എന്താ പറയാ വിന്നാവാം അല്ലെ. ആ ടെസ്റ്റുകളെ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളെ നമ്മൾ വീണ്ടും 4 സബായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതിന് വരുന്നതാണ് ഇന്റലിജന്റ് ടെസ്റ്റ്. നമ്മുടെ ബുദ്ധിശക്തി എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്യുക. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വരുന്നതാണ് ഇന്റലിജന്റ് ടെസ്റ്റ്. ഇന്റലിജൻസ്, നമ്മുടെ ബുദ്ധി എങ്ങനെയാണ്, ബുദ്ധിശക്തി എങ്ങനെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത്. These tests are made for the purpose of evaluating various mental tasks. ഏതൊക്കെയാ? നമ്മുടെ നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള മാനസികമായിട്ടുള്ള ടാസ്കുകളാണ്. ലൈക്ക് റീസണിങ് പവർ, കോംപ്രിഹെൻഷൻ ആൻഡ് ജഡ്ജ്മെന്റ്. അതിന്റെ ജഡ്ജ്മെന്റ് ചെയ്യുക, ന്യായം, അത് നിർണ്ണയിക്കുന്നത് അല്ലെ. മനസ്സിലാക്കാൻ വ്യാപ്തിയാണ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള വ്യാപ്തി അല്ലെ, മനസ്സിലാക്കാനുള്ള കഴിവ്, നമ്മുടെ റീസണിങ്, ഇതെല്ലാം ഈ ഇന്റലിജന്റ് ടെസ്റ്റിന് വരുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള മെന്റൽ ടാസ്കുകളെ എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക. നമ്മുടെ മെന്റൽ ആയിട്ടുള്ള അല്ലെ, നമ്മുടെ മാനസികമായിട്ടുള്ള ടാസ്കുകള്, അതിനെ ജഡ്ജ് ചെയ്യുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള പർപ്പസ് ആണ് ഇന്റലിജന്റ് ടെസ്റ്റ്. ആ പേരിൽ നിന്ന് തന്നെ അറിയാം. An intelligent test is designed to provide a basic idea about an individual's mental ability. Underline ചെയ്തിട്ടേ. എന്താണ് ഇന്റലിജന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഈസ് ഡിസൈൻഡ്, എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നതാണ്? ടു പ്രൊവൈഡ് എ ബേസിക് ഐഡിയ, ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു വിവരങ്ങൾ, ഐഡിയ about an individual's mental ability, ഒരു ഇൻഡിവിജ്വലിന്റെ മാനസികമായിട്ടുള്ള കഴിവുകള്, മെന്റൽ എബിലിറ്റി. ഇപ്പൊ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ഫേസ് ചെയ്യണമെന്നില്ല അല്ലെ. ചിലര് മെന്റലി കുറച്ച് സ്ട്രോങ് ആയിരിക്കും. ആണോ? എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ നമ്മൾ അത് ഫേസ് ചെയ്യുന്ന പല രീതിയിലായിരിക്കും. ചിലര് മെന്റലി സ്ട്രോങ് ആയിരിക്കും, അപ്പൊ അവര് പെട്ടെന്ന് അതിനെ ഇതായിക്കോളും. ചിലര് പക്ഷെ മാനസികമായിട്ട്, അല്ലെ, നിങ്ങളും അങ്ങനെയല്ലേ? ചില പ്രശ്നങ്ങൾ വരുമ്പോ ചിലര് മാനസികമായിട്ട് പെട്ടെന്ന് തളർന്നു പോകും. വീട്ടിലൊരു ചെറിയൊരു വഴക്കുണ്ടായാൽ മതി അല്ലെ, ഒരു ഇച്ചിരി ശബ്ദം ഉയർത്തി പറഞ്ഞു കഴിഞ്ഞാൽ ചിലര് മെന്റലി ഒരു വീക്കാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. അവരെങ്ങനെ ഇതുപോലെ തന്നെ ഒരു സ്ഥാപനത്തില് നമ്മള് ജോലിയുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴോ എന്താ പറയാ, അവര് ചിലപ്പോൾ മെന്റലി നമ്മൾ വീക്ക് ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ആ പ്രോബ്ലത്തെ ഓവർകം ചെയ്യാൻ പറ്റൂല അല്ലെ. അപ്പൊ അതിനുവേണ്ടി അവരുടെ ഇൻഡിവിജ്വലിന്റെ മെന്റൽ എബിലിറ്റി, അതിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ പ്രൊവൈഡ് ചെയ്യാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇന്റലിജന്റ് ടെസ്റ്റ്.
അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. ഇൻ സിമ്പിൾ വേർഡ്സ്, ഇനി ചെറുതായിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ, ദിസ് ടെസ്റ്റ് ഇവാലുവേറ്റ് ദ വേരിയസ് ഹ്യൂമൻ ബിഹേവിയർ, പല ഹ്യൂമൻ ബിഹേവിയർ ഇവാലുവേറ്റ് ചെയ്യാണ് ഇൻ ആൻ ഇഫക്റ്റീവ് മാനർ, ഒരു ഫലപ്രദമായ രീതിയിൽ, ഇൻ കമ്പാരിസൺ ടു എനി അതർ ഡിവൈസസ്, ഏതെങ്കിലും ഡിവൈസുകള് അതിനെ കമ്പയർ ചെയ്യുന്ന പോലെ നമ്മളൊരു ഫലപ്രദമായ രീതിയിൽ ഹ്യൂമൻ ബിഹേവിയർ ഇവാലുവേറ്റ് ചെയ്യുക, അതാണ് ഈ ഇന്റലിജന്റ് ടെസ്റ്റ് എന്ന് സിമ്പിൾ വേർഡ്സിൽ നമുക്ക് പറയാം. ഓക്കെ, this test evaluate the various human behavior in an effective manner. അത്ര അണ്ടർലൈൻ ചെയ്തിട്ട് മതി. This test provide professionals with a standard way to compare the performance of an individual with another. ഒരു ഇൻഡിവിജ്വലിന്റെ പെർഫോമൻസ് അത് മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് മാർഗമാണ്. അത് ഈ പ്രൊഫഷണലുകൾക്ക് ഈ ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ആ പ്രൊഫഷണലുകൾക്ക് ആ ഇൻഡിവിജ്വൽസിനെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട്, ഒരു ഇൻഡിവിജ്വലിനെ ഒരു കാൻഡിഡേറ്റ്സിനെയും മറ്റു കാൻഡിഡേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട്, അവരുടെ പെർഫോമൻസിനെ കമ്പയർ ചെയ്യാനായിട്ട് ഉള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാർഗമാണ്. ആ മാർഗം ആർക്ക് കൊടുക്കും? പ്രൊഫഷണൽസിന് പ്രൊവൈഡ് ചെയ്യാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. Then individual with who belong the same age group, സെയിം ഏജ് ഗ്രൂപ്പിൽ പെട്ടവര്, അങ്ങനെയുള്ള ഇൻഡിവിജ്വലിന്റെ പെർഫോമൻസ് കമ്പയർ ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് വേ പ്രൊഫഷണൽസിന് പ്രൊവൈഡ് ചെയ്യുന്നു. ദീസ് ടെസ്റ്റ് ഗിവൺ ഫാക്ച്വൽ ഡേറ്റ ഓർ കൾച്ചറൽ ആൻഡ് ബയോളജിക്കൽ ഡിഫറൻസ് എമംഗ് പീപ്പിൾ ആസ് വെൽ. ഫാക്ച്വൽ എന്ന് പറഞ്ഞാൽ വസ്തുതാപരമായിട്ടുള്ള ഫാക്ച്വൽ, വസ്തുതാപരമായിട്ടുള്ള ഡേറ്റ on cultural and biological differences, സാംസ്കാരികവും ജീവശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങള്, ഈ ആളുകൾക്കിടയിലുള്ള കൾച്ചറൽ, സാംസ്കാരികവും ജീവശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങള്, അതിനനുസരിച്ച് ഒരു വസ്തുതാനിഷ്ഠിതമായിട്ടുള്ള ഡേറ്റ ഈ ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യും. വസ്തുനിഷ്ഠപരമായിട്ടുള്ള ഡേറ്റ ഈ ടെസ്റ്റ് എന്ത് ചെയ്യുന്നു? നൽകുന്നു. അതിനകത്ത് ഇത്ര അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ദീസ് ടെസ്റ്റ് ആർ മെയ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഇവാലുവേറ്റിംഗ്. ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് എന്ന് ചോദിക്കാണ്ട് അങ്ങനെ ഒന്നിൽ ഡാഷ് ഇട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ആർ മെയ്ഡ് ഫോർ ദ പർപ്പസ് ഫോർ ഇവാലുവേറ്റിംഗ് വേരിയസ് മെന്റൽ ടാസ്ക്. അത്ര മതി, വേരിയസ് മെന്റൽ ടാസ്ക്. അപ്പൊ തന്നെ അറിയാം, മെന്റലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരുടെ ഇന്റലിജന്റ് ടെസ്റ്റ് ആണത്. ഒരു മാനസികമായിട്ടുള്ള കാര്യങ്ങളെ അസസ് ചെയ്യാണ്. അടുത്ത സെന്റൻസ്, രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട. ആ ഇന്റലിജന്റ് ടെസ്റ്റ് ഈസ് ഡിസൈൻ ടു പ്രൊവൈഡ് എ ബേസിക് ഐഡിയ അബൌട്ട് ആൻ ഇൻഡിവിജ്വൽ മെന്റൽ എബിലിറ്റി. വീണ്ടും അവിടെ കിടക്കുന്നുണ്ട്, സിമ്പിൾ ആയിട്ട് എഴുതാം. ഓക്കെ, പിന്നെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഇതാ പറഞ്ഞേക്കണേ. പ്രൊഫഷണൽസിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മാർഗം കൊടുക്കുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിന്? ഒരു ഇൻഡിവിജ്വലിനെ മറ്റൊരാളുമായിട്ട് അവരുടെ പ്രകടനത്തെ കമ്പയർ ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് വേ പ്രൊഫഷണൽസിന് നൽകുന്നു. പിന്നെ ലാസ്റ്റ് നോക്കിയേ, ദിസ് ടെസ്റ്റ് ഗിവൺ ഫാക്ചർ എന്ന് വെച്ചാൽ വസ്തുതാപരമായിട്ടുള്ള ഡേറ്റ ടെസ്റ്റ് നൽകുന്നു. ഇങ്ങനെ ഓൺ കൾച്ചറൽ ആൻഡ് ബയോളജിക്കൽ ഡിഫറൻസസ് എമംഗ് പീപ്പിൾ ആസ് വെൽ. ഒരു സാംസ്കാരികപരമായിട്ടുള്ള ജീവശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങളെ കുറിച്ചുള്ള ഒരു വസ്തുനിഷ്ഠപരമായിട്ടുള്ള ഡേറ്റ ഈ ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇന്റലിജന്റ് ടെസ്റ്റ് വരെയാണ് നമ്മൾ പഠിച്ചത്. ആ രണ്ട് സെന്റൻസ് എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്തിടാം കേട്ടോ. മെന്റൽ എബിലിറ്റി എന്നുള്ളതും ഫസ്റ്റ് സെന്റൻസും രണ്ടാമത്തെ സെന്റൻസും എന്തായാലും നോട്ട് ചെയ്തിടാം. സെന്റൻസ് തന്നെ തരാം. അതിനകത്ത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലെ ഇന്റലിജൻസ് ടെസ്റ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. ബാക്കി മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, കുറച്ചേ പഠിച്ചുള്ളൂ, അത്രയും ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.